ലോകത്ത് പല സ്ഥലത്തും ക്യാൻസർ നിർണയ നായ്ക്കൾ ഉപയോഗിക്കുന്നുണ്ട്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് ഏതാണ്ട് 90% മുകളിലാണ് ഡോഗുകളെ ഉപയോഗിച്ച് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ വിജയിച്ചിട്ടുള്ളത്. ഇന്ന് ഡോഗിനെ ഉപയോഗിച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇൻവേസീവ് അല്ലാത്ത രീതിയിൽ നമുക്ക് പരിശോധന നടത്താൻ പറ്റും. എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാൻസർ ക്യൂറബിൾ ആക്കാൻ സാധിക്കും. പലപ്പോഴും ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് ക്യാൻസർ രോഗനിർണയത്തിലെ പ്രധാന വെല്ലുവിളി. ഈ അവസരത്തിലാണ് വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ഒരു ക്യാൻസർ രോഗനിർണയ പദ്ധതിയുമായി കേരള പോലീസ് അക്കാദമി രംഗത്ത് വന്നിരിക്കുന്നത്. നായ്ക്കൾ ഉപയോഗിച്ച് ക്യാൻസർ രോഗനിർണയം നടത്താനുള്ള ആശയമാണ് ഇപ്പോൾ കേരള പോലീസ് അക്കാദമി മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് നായ്ക്കളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ശരിക്കും നമ്മൾ അതിൻ്റെ കഴിവ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചില്ല എന്നൊരു തോന്നലുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയിൽ കടന്നിട്ടുള്ളത്. ലോകത്ത് പല സ്ഥലത്തും, പ്രത്യേകിച്ച് ഇസ്രയേലിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ക്യാൻസർ നിർണയ നായ്ക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഡിറ്റക്ഷന് വേണ്ടി, ക്യാൻസർ ഡിറ്റക്ഷന്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ ഇന്ത്യയിലേക്ക് അങ്ങനത്തെ ഒരു പദ്ധതി ഒന്നും വന്നിട്ടില്ല. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ക്യാൻസർ ഡിറ്റക്ഷൻ്റെ പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങാൻ കാരണം ഇതൊരു സിവിക് സെൻസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. ക്യാൻസർ ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് ഏതാണ്ട് 90% മുകളിലാണ് ക്യാൻസർ ഡിറ്റക്ഷൻ ഡോഗുകളെ ഉപയോഗിച്ച് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ വിജയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവിധ ബ്രീഡുകളെയാണ് ഉപയോഗിക്കുന്നത്. കഴിയുന്നതും നമ്മൾ നല്ല അജിലിറ്റിയുള്ള, നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഡോഗുകളെയാണ് ഉപയോഗിക്കുക. ഒന്ന് നമ്മൾ ബെൽജിയം മാൽനോയ്സിനെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ലൈക്ക എന്ന് പറയുന്നൊരു ഡോഗനെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, ബെൽജിയം മാൽനോയ്സ് ഡോഗ്. പിന്നെ അടുത്തൊരു ഡോഗിനെ കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പീപ്പിൾ ഫ്രണ്ട്ലി ആയ, ചൈൽഡ് ഫ്രണ്ട്ലി ആയ ലാബ്രഡോർ റിട്രീവർ ഇനത്തിൽപ്പെട്ടുള്ള ഒരു ഡോഗനെയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്യാൻസർ നിർണയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3rd സ്റ്റേജ് 4th സ്റ്റേജിലാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതേസമയത്ത് ഇതാണെങ്കിൽ വളരെ സുലഭത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. നായ്ക്കൾ പരിശീലനയ്ക്ക് നമ്മൾ നല്ല പരിശീലകന്മാരുണ്ട്. നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് നമ്മൾ പറയുന്നത് ടാർഗറ്റ് ഓർഡർ എന്ന്. അപ്പോൾ അതിൻ്റെ സാമ്പിൾസാണ് പ്രധാനപ്പെട്ട സംഗതി. ക്യാൻസർ ആണെങ്കിലും ബ്രീത്ത് അല്ലെങ്കിൽ യൂറിൻ വെച്ചിട്ടാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അതിനകത്ത് ക്യാൻസർ സെൽസ്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാൻസർ സെൽസ് മണക്കാനായിട്ട് ഡോഗിനെ പഠിപ്പിക്കണം. മണങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാൻ ആദ്യമേ ഡോഗിനെ പഠിപ്പിച്ചതിന് ശേഷമേ നമ്മൾ യൂറിന് സെൽ ബ്രീത്ത് അതൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെ ആദ്യം അത് മണപ്പിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കണ്ടൻറ്റുകൾ, ചെറിയ കണ്ടൻറ്റുകൾ ഇത് കൂടിക്കലർന്ന് മണം പഠിപ്പിക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ലാസ്റ്റ് കോറ് വരുന്ന, ഇപ്പോൾ ഒരാൾക്ക് അസുഖം വരുമ്പോഴത്തേക്ക് ആ അസുഖം വരുന്ന ആ സമയത്തുണ്ടാകുന്ന മറ്റു മണങ്ങളും കൂടെ ചേർന്ന് ഈ ക്യാൻസർ സെൽസിൽ നിന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പോൾ തന്നെ ഒരു 4-5 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരാൾക്കുണ്ടാകുന്ന ക്യാൻസറിൽ എന്തൊക്കെ മണങ്ങൾ വരുമോ ആ മണങ്ങൾ അടങ്ങിയ ആ ഒരു സ്ഥലം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ലാസ്റ്റ് ഒരു സ്റ്റേജിലെത്തത്തുള്ളൂ. 1000 പേരെ തിരഞ്ഞെടുത്താൽ ബയോപ്സി എടുത്താൽ ചിലപ്പോൾ 200 പേർക്കാണ് ചിലപ്പോൾ അതിൽ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഈ 1000 പേരും ഈ ബയോപ്സി കുത്തിയെടുക്കുന്നതിൻ്റെ വേദന, ആ പേടിയൊക്കെ കൊണ്ട് ഭാവിയിൽ ഇത് ആരും ഏർലി ഡിറ്റക്ഷൻ സ്റ്റേജിലേക്ക് പോവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് ഡോഗിനെ ഉപയോഗിച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇൻവേസീവ് അല്ലാത്ത രീതിയിൽ നമുക്ക് പരിശോധന നടത്താൻ പറ്റും. നമുക്ക് ആ 200 പേരെ കണ്ടെത്താൻ പറ്റും. ക്യാൻസർ ബാധിച്ചിട്ടുള്ള 200 പേരെ കണ്ടെത്താൻ പറ്റും. അവരിലാണ് പിന്നെ നമുക്ക് ഫർദറായിട്ടുള്ള ടെസ്റ്റുകളും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആരംഭിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ആളുകളുടെ ഭയം കുറയും. ഇത് വളരെ പെട്ടെന്ന് ഏർലി സ്റ്റേജിൽ കണ്ടെത്താൻ സാധിക്കും. അതുവഴി ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനോടുള്ളൊരു ബുദ്ധിമുട്ട് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാൻസർ ക്യൂറബിൾ ആക്കാൻ സാധിക്കും.